സമ്മർ ടീൻ പാക്കിങ്ങിന്റെ യാത്ര തുടരുകയാണ്. ഡൽഹിയിലെ യാത്ര പൂർത്തിയാക്കി സംഘം ഹിമാചൽ പ്രദേശിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. താജ്മഹലും രാഷ്ട്രപതി ഭവനും ഇന്ത്യ ഗേറ്റുമെല്ലാം നവ്യാനുഭവമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പ്രവാസി വിദ്യാർത്ഥികൾക്കായുള്ള മീഡിയ വണ്ണിന്റെ ഹിമാലയൻ യാത്ര ആൽപൈനോറ ജൂലൈ 12 ആരംഭിക്കും. മീഡിയ വണ്ണിന്റെ സമ്മർ ടീൻ പാക്കിംഗ് യാത്ര തുടരുകയാണ്. ഡൽഹിയിലാണ് വിദ്യാർത്ഥികളുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി അവർ ഡൽഹിയെ അറിഞ്ഞുകൊണ്ട്, ഡൽഹിയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ രാഷ്ട്രപതി ഭവൻ ഉൾപ്പെടെ സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ ഇന്ത്യ ഗേറ്റ് പരിസരത്താണ് എത്തിയിരിക്കുന്നത്. അവരോട് ചോദിക്കാം അവരുടെ 2 ദിവസത്തെ ഡൽഹിയിലെ ഒരു അനുഭവം എന്തായിരുന്നു എന്നുള്ളത്. ഈ സാധാരണ നിങ്ങൾ പുസ്തകത്തിലെല്ലാം പഠിച്ചിട്ടുണ്ടാവും ഇന്ത്യ ഗേറ്റും രാഷ്ട്രപതി ഭവനൊക്കെ. അത് നേരിട്ട് കണ്ടപ്പോൾ എന്താണ് ഒരു അനുഭവം ഉണ്ടായത്? നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ ദൂരത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇന്ത്യ ഗേറ്റും താജ്മഹലൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ പറ്റി. പിന്നെ രാഷ്ട്രപതി ഭവനൊക്കെ പോയി. ആ പോയത് തന്നെ കുറേ അറിവൊക്കെ നമുക്ക് ശേഖരിക്കാൻ പറ്റി. പ്രതീക്ഷിച്ച ഒരു പോലത്തെ ഒരു യാത്രയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നാട് കാണാം എന്നുള്ളൊരു സാധനം നിങ്ങളുടെ ആഗ്രഹം? ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാളും കുറേ കാണാനും പറ്റി, കുറേ അറിവ് കിട്ടുകയും ചെയ്തു. പിന്നെ നല്ല ഫുഡും നല്ല അടിപൊളിയായിരുന്നു, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നല്ല ചൂടുള്ള സമയത്താണ് നിങ്ങൾ യാത്രക്ക് ഇറങ്ങിയത്. ആ ചൂടൊരു വില്ലനാവുന്നുണ്ടോ? ചെറുതായിട്ട് നല്ല വില്ലനാവുന്നുണ്ട്. ടാനൊക്കെ അടിച്ചു, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിങ്ങും നല്ല കൂട്ടുകാരാണ്. നല്ലൊരു ടീമായതുകൊണ്ട് ഹാപ്പിയാണ്. ചൂടൊന്നും തളർത്തുന്നില്ല, പിന്നെയും മുന്നോട്ട് പോകാൻ തന്നെയാണ്. തണുപ്പ് അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ കാലപ്പല്ലേ ചൂടാണിപ്പോ. അതന്നെ, തണുപ്പിന്റെ കാര്യം ചോദിക്കരുത്, ചൂടാണ്, നല്ല ചൂടാണ്. അപ്പൊ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അടുത്ത ദിവസത്തെ പ്ലാനൊക്കെ എന്താ നിങ്ങളുടെ? അപ്പോൾ ഇനി ജുമാ മസ്ജിദ് കൂടി കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുലുമനാലി പോകാനാണ് പ്ലാന്. അപ്പോൾ ഒരു 12 hours ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അവിടെ വെച്ചിട്ട് കണ്ടിട്ട് ഇനി അവിടുത്തെ അവസ്ഥകൾ കാണാം. അതന്നെ. ഒരു 25 അംഗമാണ് ഈ ടീമിനൊപ്പം ഇന്നുള്ളത്. നിരവധി കുട്ടികളുണ്ട്. നാട്ടിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ്, വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ യാത്രയുടെ ഭാഗമായിരിക്കുന്നത്. എങ്ങനെയുണ്ട് 2 ദിവസത്തെ ഡൽഹി കറക്കമൊക്കെ? നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ രാഷ്ട്രപതി ഭവനിലൊക്കെ പോയി. മീഡിയ വണ്ണ് അങ്ങനെ കൊണ്ടുപോയി. രാഷ്ട്രപതി അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റുന്ന സ്ഥലമായിരിക്കില്ല രാഷ്ട്രപതി ഭവന്. നമ്മൾ അങ്ങോട്ടേക്കെല്ലാം കൊണ്ടുപോയി. മീഡിയ വണ്ണ് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്കെല്ലാം കൊണ്ടുപോയി. പിന്നെ ഇന്ത്യ ഗേറ്റ്, ഇനി നമ്മൾ ജമാ മസ്ജിദിലേക്ക് പോകും. 2 ദിവസം അടിപൊളിയായിരുന്നു. ആഗ്രയിലൊക്കെ അടിപൊളിയായിട്ടായിരുന്നു പോയത്. ഇപ്പോൾ അടുത്ത യാത്ര കിട്ടാണ്? അടുത്ത് ഇനി മണാലിയിലേക്കാണെന്ന് തോന്നുന്നു. മണാലിയിലേക്ക് പോക്കാണ്. ഡൽഹിയിലെ ഭക്ഷണങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തോ? നല്ല ഭക്ഷണം തന്നെ. പിന്നെ കുറച്ച് ഉപ്പ് ഇതൊന്നും ഇല്ലാത്തൊരു ഉപ്പ് വരുമില്ലാത്തൊരു മാതിരിയുള്ള ഭക്ഷണം. പിന്നെ ഇവിടുന്ന് ഇന്ത്യൻ ഹോട്ടലിലേക്ക് നല്ല ഫുഡ് തരുന്നുണ്ട് ഹോട്ടലിന്. ചൂട് എങ്ങനെയുണ്ട് നിനക്ക്? ചൂട് പ്രശ്നമുണ്ടോ? ചൂട് പ്രശ്നമുണ്ടോ ചോദിച്ചാൽ നല്ല പ്രശ്നമാണ്. ചൂടാണ്, ചൂടിൽ നല്ല ചൂടാണ് ഇവിടെ. ചൂടുണ്ടെങ്കിൽ യാത്രയുടെ ത്രില്ല് അതൊന്നും ചൂടൊരു കാര്യമല്ല. ഇനിയിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ യാത്രയുടെ സാരഥിയാണ്. മുജീബ്ക്കാണ് ഈ കുട്ടികളെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നത്. മുജീബ്, എങ്ങനെയുണ്ട് ഡൽഹിയും കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? കുട്ടികൾ വളരെ ഈ യാത്ര പൂർണ്ണമായിട്ട് അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവർക്ക് ഈ യാത്രയിൽ കിട്ടിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഡൽഹിയിൽ നമുക്കറിയാലോ പലതരത്തിലുള്ള ജീവിതങ്ങളാണ്. ഒന്ന്, വളരെ സാധാരണക്കാരായ നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള പല തൊഴിലുകളൊക്കെ ചെയ്യുന്ന ആളുകളെ, അവരുടെ ജീവിതങ്ങൾ അവർക്ക് നേരിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നലെ ആഗ്രയിലൊക്കെ പോയപ്പോൾ നമ്മൾ ഒരു താജ്മഹൽ കാണുക, ആഗ്ര ഫോർട്ട് കാണുക എന്നതിനൊക്കെ അപ്പുറം അതിൻ്റെ പരിസരങ്ങളിലുള്ള മനുഷ്യരുടെ ജീവിതം കണ്ടറിയുക, അവരുടെ വ്യത്യസ്തമായ തൊഴിൽ മേഖലകൾ അത് കണ്ടറിയുക, അത്തരം അവസരങ്ങളൊക്കെ ആയിരുന്നു. നല്ല ചൂടാണ് കുട്ടികൾ സൂചിപ്പിച്ച പോലെ. പക്ഷേ ഇനി നമ്മൾ തണുപ്പിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഡൽഹിയുടെ ചൂടും മണാലിയുടെ തണുപ്പും അതെല്ലാം കൂടി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇനിയിപ്പം ഈ കുട്ടികളുടെ ഒരു യാത്ര കഴിഞ്ഞ് തൊട്ടുടനെ തന്നെ മീഡിയ വണ്ണിൻ്റെ മറ്റൊരു യാത്ര കൂടി നമ്മളുടേതായിട്ട് വരുന്നുണ്ട്. ആൽപൈനോറ എന്ന പ്രവാസി വിദ്യാർത്ഥികൾക്കായുള്ള ഹിമാലയൻ എക്സ്പെഡിഷനാണ് വരാനിരിക്കുന്നത്. ജൂലൈ 12 ആ യാത്രയിലേക്കുള്ള കുട്ടികൾ ഏതാണ്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ളൊരു യാത്രയാണ് ഇപ്പോൾ ഈ സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ എക്സൈറ്റഡ് ആണ് കുട്ടികളും നമ്മളും. ഏത് സ്ഥലത്ത് വന്നാലും, ഏത് രാജ്യത്തെത്തിയാലും അവിടുത്തെ ഒരു ലോക്കൽ ഫുഡ്, ലോക്കൽ കൾച്ചർ എല്ലാം അവർക്ക് ആസ്വദിക്കാനുള്ള അവസരം വേണം. അതുകൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി ഹിമാചലിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്തമായ തരത്തിലുള്ള പുതിയ ഫ്രൂട്ട്സ്, പുതിയ തരത്തിലുള്ള ഫുഡുകളൊക്കെ അറിയാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ഒക്കെയുള്ള അവസരമാണ് നമ്മൾ ഒരുക്കുന്നത്.
എന്തായാലും ഈ ചൂടെല്ലാം തരണം ചെയ്തുകൊണ്ട് നല്ല ഭക്ഷണങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അവരുടെ യാത്ര തുടരുകയാണ്. ഇന്നിപ്പോൾ ഡൽഹിയിൽ അവരുടെ യാത്ര പൂർത്തിയാക്കിക്കൊണ്ട് ഹിമാചലിലേക്ക് അവരുടെ യാത്ര തുടരുകയാണ്. വരും ദിവസങ്ങളിലും ഇന്ത്യയെ അറിഞ്ഞുകൊണ്ടുള്ള ഇവരുടെ യാത്ര മീഡിയ വണ്ണിനോടൊപ്പം തുടരും.